ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ നമ്മുടെ പെരയിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. ഇക്കാൻ്റെ അനിയൻ്റെ വൈഫിനെ പ്രസവത്തിൽ പറഞ്ഞയക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. ഇത് അതിൻ്റെ തലേടേത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നൈറ്റ് പുതുബൈത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ വെള്ളപ്പവും ബീഫൊക്കെയാണ്. എന്തിനു കുഞ്ഞുമാവ് കരയണ്? ഫോണ് ചോദിച്ചിട്ടാ? ഫോണ് ചോദിച്ചിട്ട് കുഞ്ഞുമാവ് കരയണ്? ഓ, കൊടുക്കോ? ഞാൻ കൊടുക്കില്ല. ഫോണ് ചോദിച്ചിട്ടാ കരയണ്? ആര് പറഞ്ഞ് തരില്ലേ? രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇത്. ചോറും പരിപ്പ് കറിയും കൈമ പൊരിച്ചതും അച്ചാറും അങ്ങനെയൊക്കെയാണ് ഉച്ചയ്ക്കുള്ളത്. അപ്പോഴേക്കും മോളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി മോളെ വിളിക്കാൻ പോവാണ്. പുറത്ത് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ പന്തലിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പന്തലിടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് പട്ടാമ്പിക്ക് പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫാൻസിയും കാര്യങ്ങളും മുല്ലപ്പൂവും ഒക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പട്ടാമ്പിക്ക് പോവാണ്. മോളെ ഞാൻ ഇക്കാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇക്ക പന്തലിലെ ആൾക്കാർ വന്നതുകൊണ്ട് ഇക്ക ഞങ്ങളുടെ കൂടെ വന്നില്ല. ഞാനും അനിയനും വൈഫുമാണ് പോണത്. പട്ടാമ്പി എത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ മുല്ലപ്പൂ മേടിച്ചു. മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ കേട്ടോ. മുല്ലപ്പൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മായിമാരൊക്കെ വന്നിട്ട് എല്ലാവരും പത്തിരിയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പത്തിരിയും നെയ്ച്ചോറും ബീഫും ചിക്കൻ്റെ കുറുമയും എല്ലായിരുന്നു ഫുഡ്. നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ കുത്തുബെയ്ത്ത് ഉണ്ട് എന്നുള്ളത്, അതിനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പത്തിരിയുടെ പരിപാടിയിലായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ പത്തിരി പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ അമ്മായി പോയിട്ട് ബീഫും കാര്യങ്ങളും എല്ലാം ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ കുറച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മായിമാരുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരിയുടെ പരിപാടിയും നെയ്ച്ചോറും ബീഫ് വയ്ക്കലും എല്ലാം അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് പത്തിരി പരിപാടികളും എല്ലാം ഓൾമോസ്റ്റ് തീരാറായി. ഒരു ഭാഗത്ത് വേറെ അമ്മായി പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പരത്തലും എല്ലാം നടക്കുന്നുണ്ട് അവിടെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഷേനാടെ കയ്യിലിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാനും മോളും എല്ലാവരും മൈലാഞ്ചി ഇട്ടു. ഇത് അവളുടെ അമ്മായിയുടെ മോളാണ്. അവൾ നന്നായിട്ട് മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ അവളുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നൈറ്റ് അവളോട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടോ. ആ ടൈമിൽ ഇടാൻ തുടങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ഇട്ട് കഴിയുമ്പോഴേക്കും നൈറ്റ് ഒരുപാട് ലേറ്റായി ടൈം. ഫസ്റ്റ് അവളുടെ കയ്യിലിട്ട് 2 കൈ നിറച്ചിട്ട്, നാളെ പരിപാടിയാണല്ലോ, അവളുടെ പരിപാടിയാണല്ലോ, അപ്പോൾ 2 കൈ നിറച്ചിടണമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിലത്തെ ഭാഗം ഇട്ടില്ല. ഉള്ളിൽ വേറെ അരച്ച മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഇട്ടില്ല. പിന്നെ അതാ നസാക്ക് ഇട്ട് കൊടുക്കുകയാണ്. നസാക്ക് 2 കൈ നിറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അവൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നെയ്ച്ചോറും ബീഫ് വയ്ക്കലും ചിക്കനും ഉണ്ടാക്കലും നൈറ്റ് കുത്തുബെയ്ത്തിൻ്റെ പരിപാടികളൊക്കെ, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ അവിടെ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മൈലാഞ്ചി ഇടുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നോക്കിയതാണ്. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലിട്ടു, മോളുടെ കയ്യിലിട്ടു. അങ്ങനെ ഒരുപാട് ലേറ്റായി. മൈലാഞ്ചി ഇട്ടിട്ട് ഇവൾ പോകുന്ന സമയത്ത് ഒരുപാട് ലേറ്റായി. മൈലാഞ്ചി ഇടാൻ ഇവൾ ഉച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾക്ക് എന്തോ തിരക്കായിട്ട് അവൾ വരുമ്പോൾ തന്നെ ഒരു 5 മണി ആ ടൈമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഇടാൻ നല്ല ലേറ്റായി. പിന്നെ നാളേക്കുള്ള അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പം തന്നെ എടുത്ത് വയ്ക്കണം. നാളെ എല്ലാവരും വന്ന് തിരക്കായാലും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പം തന്നെ എടുക്കണം. പിന്നെ കുത്തുബെയ്ത്ത് കഴിയുമ്പോഴേക്കും ടൈം 12 മണി 12:30 ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.